ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 60-ഡേ സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് ഈ ഒരു പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച ജനറൽ നോളജും ജനറൽ ഇംഗ്ലീഷുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡേ 1 ആൻഡ് 2 ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള, ദെയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നീ ടോപ്പിക്സ് ആദ്യത്തെ 2 ദിവസം കവർ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന 2 ദിവസത്തിൽ ഹിസ്റ്ററി തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ലീഡേഴ്സ്, ലിറ്റററി ഫിഗേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് കേരള പോസ്റ്റ് 1956 ഈ ടോപ്പിക്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 5 ആൻഡ് 6 ജോഗ്രഫിയിലെ ടോപ്പിക്സ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ക്ലൈമറ്റ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് സോയിൽ ടൈപ്സ് എന്നിവ കവർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 6 ദിവസമായി. അപ്പോൾ നമ്മളൊരു വീക്ക്ലി മോക്ക് ടെസ്റ്റ്, അതായത് നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിച്ച് തീർത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് നമുക്ക് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയിൽ എടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയി. ഹിസ്റ്ററി ജോഗ്രഫിയിലെ ഇത്രയും പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീക്ക്ലി മോക്ക് ടെസ്റ്റ് എഴുതുന്നത് കൂടെ അത് നമ്മൾ ഒരിക്കൽ കൂടെ അത് റിവൈസും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഷോർട്ട് നോട്ട്സും എല്ലാം എഴുതി കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. അതിനുശേഷം 8, 9 എന്നീ ദിവസങ്ങളിൽ എക്കണോമിക്സിലെ ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ ഇന്ത്യൻ എക്കോണമി, പ്ലാനിംഗ് ആൻഡ് കേരള എക്കണോമിക് ഡെവലപ്മെന്റ് എന്നിവയാണ് നമ്മൾ തീർക്കാനായിട്ട് പോകുന്നത്. ഡേ 10 ആൻഡ് 11 സിവിക്സിലെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നിവ നമുക്ക് കവർ ചെയ്യാം. 12 ആൻഡ് 13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ പ്രിയാമ്പിൾ, അമെൻമെന്റ്സ്, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നിവ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ വീക്ക് കംപ്ലീറ്റ് ആവുകയാണ്. 6 ദിവസമായി. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എക്കണോമിക്സ്, സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു റിവിഷൻ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വീക്ക് 3 ആൻഡ് 4 ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ജനറൽ നോളജ് ആൻഡ് ഇംഗ്ലീഷ് അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ 15 ആൻഡ് 16 നമുക്ക് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, ലിറ്റററി വർക്ക്സ്, ഓതേഴ്സ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫെസ്റ്റിവൽസ്, അവാർഡ്സ് ആൻഡ് സ്പോർട്സ് എന്നീ ടോപ്പിക്സ് കവർ ചെയ്യാം. 17th ആൻഡ് 18 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ അതിൻ്റെ ഫണ്ടമെന്റൽസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്നീ ടോപ്പിക്സ് കവർ ചെയ്യാം. 19, 20 എന്നീ ദിവസങ്ങളിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ്, റീസെന്റ് ഡെവലപ്മെന്റ്സ്, സ്പേസ്, ന്യൂക്ലിയർ പ്രോഗ്രാംസ് ആൻഡ് ഹെൽത്ത് എന്നിവ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഡേ 21 നമ്മുടെ അടുത്ത വീക്ക്ലി മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള സമയമാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, ആർട്സ്, കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ടോപ്പിക്സ് നമുക്കവിടെ ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം 22 ആൻഡ് 23 ജനറൽ ഇംഗ്ലീഷ് ആണ്. അതിൻ്റെ അപ്പോൾ അതിൽ നമ്മൾ കോംപ്രിഹെൻഷൻ ഓഫ് പാസേജസ്, സിനോണിംസ്, ആന്റണിംസ് ആൻഡ് വൊക്കാബുലറി. 24 ആൻഡ് 25 ജനറൽ ഇംഗ്ലീഷിലെ ഗ്രാമർ, സെന്റൻസ് കറക്ഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നിവ നമുക്ക് നോക്കാം. 26ഉം 27ഉം ജനറൽ ഇംഗ്ലീഷിലെ തന്നെ പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് പ്രാക്ടീസ് എന്നിവ നമുക്ക് നോക്കാം. അതിനുശേഷം ഡേ 28 നമുക്കൊരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ജനറൽ ഇംഗ്ലീഷിൻ്റെ ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ്, അതോടെ അതിൻ്റെതായിട്ടുള്ള ഒരു റിവിഷനും കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ 4 വീക്സ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത 5, 6 എന്നീ വീക്കുകളിൽ നമ്മൾ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 29, 30 എന്നീ ദിവസങ്ങളിൽ ഫണ്ടമെന്റൽസ് ഓഫ് ബുക്ക് കീപ്പിംഗ്, ഡബിൾ എൻട്രി സിസ്റ്റം and journal entries. 31 and 32 ledger posting, trial balance and rectification of errors. Day 33 and 34 final accounts, trading, profit and loss accounts and balance sheet. 35 ഇത്രയും ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ബുക്ക് കീപ്പിങ്ങിന്റെ ബേസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ്. അപ്പോൾ അത്രയും ടോപ്പിക്ക് കവർ ആവും, അതിന്റെ റിവിഷനും കംപ്ലീറ്റ് ആവും. അതിനുശേഷം 36 ആൻഡ് 37 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്. 38 ആൻഡ് 39 ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ് ആൻഡ് ക്യാപിറ്റൽ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡേ 40 ആൻഡ് 41 അക്കൗണ്ടിംഗ് ഫോർ നോൺ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവ നമുക്ക് കവർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും
ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് 42ാമത്തെ ദിവസം നമ്മളൊരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന്റെ ടോപ്പിക്കുകൾ ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു. ആ മോക്ക് ടെസ്റ്റും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ അത്രയും വീക്സ് കംപ്ലീറ്റ് ആയി. ഇനി വീക്ക് 7 and 8 ആണ്. അവിടെ അരിത്തമെറ്റിക്സ് ആൻഡ് മെൻസുറേഷൻ എന്നിവയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 43 and 44 അരിത്തമെറ്റിക്സിലെ നമ്പർ സിസ്റ്റം, HCF, LCM, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഡെസിമൽ ഫ്രാക്ഷൻസ്. ഡേ 45 and 46 അരിത്തമെറ്റിക്കിൽ തന്നെ റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 47 and 48 അരിത്തമെറ്റിക്സിൽ തന്നെ ടൈം, വർക്ക്, ഡിസ്റ്റൻസ്, ആവറേജ്, പ്രോബ്ലംസ് ഓൺ ഏജസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. 49 ഇത്രയും ടോപ്പിക്കിന് അരിത്തമെറ്റിക്സിന്റെ ബേസിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം 50, 51 എന്നീ ദിവസങ്ങളിൽ അരിത്തമെറ്റിക്കിൽ തന്നെ അലിഗേഷൻ, മിക്സ്ചർ, കലണ്ടർ, ക്ലോക്സ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്നിവ നമുക്ക് ക്ലിയർ ചെയ്യാം. 52, 53 എന്നീ ദിവസങ്ങളിലെ മെൻസുറേഷനിൽ ഏരിയ, പെരിമീറ്റർ, സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് പ്ലെയിൻ ആൻഡ് സോളിഡ് ഫിഗേഴ്സ് എന്നിവ നമുക്ക് കവർ ചെയ്യാം. 54 and 55 മെൻസുറേഷൻ ആണ്. അതിൽ തന്നെ പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ട്രയാങ്കിൾസ്, റെക്ടാങ്കിൾസ്, സ്ക്വയേഴ്സ്, സർക്കിൾസ്, ക്യൂബ്സ്, ക്യൂബോയിഡ്സ്, സിലിണ്ടേഴ്സ്, കോൺസ് ആൻഡ് സ്ഫിയേഴ്സ് എന്നിവയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 56ാമത്തെ ആഴ്ച നമ്മളൊരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞു. അരിത്തമാറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് കൂടെ എഴുതാനായിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി വീക്ക് 9 നമ്മൾ ചെയ്യേണ്ടത് ഡേ 57 ജനറൽ നോളേജ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ടോപ്പിക്സ് നമുക്ക് റിവൈസ് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു തവണ റിവൈസ് ചെയ്തിട്ട് അതിന്റെ വീക്ക്ലി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തതുമാണ്. അത് ഒന്നും കൂടെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാം. 58ാമത്തെ ദിവസം ജനറൽ ഇംഗ്ലീഷിൽ കോംപ്രിഹെൻഷൻ, ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് എന്നിവ നമുക്ക് കവർ ചെയ്യാം, റിവൈസ് ചെയ്യാം. ഡേ 59 ബുക്ക് കീപ്പിങ്ങിന്റെ എല്ലാ ടോപ്പിക്സും നമുക്ക് റിവൈസ് ചെയ്യാം. ഡേ 60 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഓഫ് എൻറ്റയർ സിലബസ് ആൻഡ് ലൈറ്റ് റിവിഷൻ. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ സിലബസിനെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു മോക്ക് ടെസ്റ്റും അതോടൊപ്പം ഒരു ചെറിയ റിവിഷനും നമുക്ക് ഡേ 60 ചെയ്യാം. സോ ഇതാണ് ഫസ്റ്റ് 60 ഡേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സക്സസിലേക്കുള്ള കുറച്ച് കീ ടിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡെയിലി ഗോൾസ് ഉണ്ടായിരിക്കണം. അതായത് ഈ ദിവസം നമ്മൾ ഇത്ര ടോപ്പിക്സ് ആണ് പഠിച്ചു നീക്കാൻ പോകുന്നത്, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന ടോപ്പിക്സിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളൊരു ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോളിന് അച്ചീവ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. മറ്റൊരു ട്രിക്കാണ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അത് വീക്ക്ലി പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, നമ്മൾ പീരിയോഡിക്കലി അറ്റൻഡ് ചെയ്ത് നമ്മളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം റിവിഷൻ ആണ്. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അത് മെമ്മറൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതും കുറെ കൂടി ഈസി ആയിട്ട് വരും. അതുകൊണ്ട് റിവിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ആണ് സക്സസിലേക്ക്. ദെൻ ഫോക്കസ് ഓൺ വർക്ക് ഏരിയാസ്, അതാണ് മറ്റൊരു ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. ഏതൊക്കെ ടോപ്പിക്കാണോ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത്, ആ ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അതിൽ കുറെ കൂടെ നമ്മൾ വർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണോ അവിടെ നമ്മൾ കുറെ കൂടെ വർക്ക് ചെയ്ത് ആ ഒരു ഗ്യാപ്സ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു കീ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം തുടക്കത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇഗ്നിഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രിവൻ ഫോഴ്സ് ടു ദ എൻഡ് വരെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കീ എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.